എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ്. വിദ്യാർത്ഥികൾക്ക് വിവിധ യൂണിവേഴ്സിറ്റികളിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് നിലവിൽ ഇപ്പോൾ മുതൽ അപേക്ഷ സമർപ്പിക്കാം. അപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വിദ്യാർത്ഥികൾക്ക് ജൂൺ 9-ാം തീയതി വരെയും, കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലേക്ക് ജൂൺ 17-ാം തീയതി വരെയും, കേരള യൂണിവേഴ്സിറ്റിയിലേക്ക് ജൂൺ 15-ാം തീയതി വരെയും, MG യൂണിവേഴ്സിറ്റിയിലേക്ക് ജൂൺ 7-ാം തീയതി വരെയുമാണ് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾ ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു വിദ്യാർത്ഥികൾക്ക് ടീച്ചർ ആവുന്നതിനായിട്ട് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പോൾ ഏത് കോഴ്സാണ് ഡിഗ്രിക്ക് തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് വിദ്യാർത്ഥികൾ ചോദിച്ച ഒരു പ്രധാനപ്പെട്ട സംശയമാണ്. അപ്പോൾ ആദ്യം തന്നെ വിദ്യാർത്ഥികളോട് പറയാനുള്ളത്, ടീച്ചർ ആവുന്നതിനായിട്ട് നിങ്ങൾക്ക് നിരവധി കോഴ്സുകൾ നിലവിൽ ഉണ്ട്. ടീച്ചർ ആവുന്നതിനായിട്ട് പ്രധാനപ്പെട്ട ആ ഒരു വിവിധ കോഴ്സുകൾ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം TTC എന്ന കോഴ്സ് നിങ്ങൾ മുമ്പ് കേട്ടിട്ടുണ്ടാകും. നിലവിൽ ഇപ്പോൾ TTC എന്നല്ല ഈ ഒരു കോഴ്സ് അറിയപ്പെടുന്നത് DLED എന്നാണ്. ഡിപ്ലോമ ഇൻ എലമെൻ്ററി എഡ്യൂക്കേഷൻ എന്നുള്ളതാണ് DLEDൻ്റെ പൂർണ്ണരൂപം. അതുകൂടാതെ തന്നെ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാകും BEd എന്ന് പറഞ്ഞുകൊണ്ട് കേട്ടിട്ടുണ്ടാകും. BEd എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് ഉണ്ട്, അതായത് MEd എന്ന് പറഞ്ഞുകൊണ്ട്, അതായത് മാസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ. അതുപോലെ തന്നെ ഇതിൻ്റെ ഹയർ ഓപ്ഷൻസ് ഇനിയും പോകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ വിവിധ കോഴ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആവാനായിട്ട് സാധിക്കും. എന്നാൽ ഈ ഒരു കോഴ്സുകളുടെ യോഗ്യത എന്താണെന്ന് കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു ഉദാഹരണത്തിന്, ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഹൈസ്കൂളിൽ കെമിസ്ട്രി ടീച്ചറായിട്ട് പഠിപ്പിക്കാനാണ് നിങ്ങൾക്ക് താല്പര്യമെന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഒരു ഡിഗ്രി യോഗ്യത ഉണ്ടായിരിക്കണം. കാരണം ഡിഗ്രി യോഗ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് BEd പഠിക്കാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം ഈ ഒരു BEd പഠിക്കണമെങ്കിൽ ഡിഗ്രി വേണം. ഡിഗ്രി ഉണ്ടെങ്കിൽ BEd ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രി ടീച്ചർ ആവണമെങ്കിൽ നിങ്ങൾ ഡിഗ്രി കോഴ്സ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഏത് കോഴ്സിലാണ് നിങ്ങൾ സ്പെസിഫൈ ചെയ്തിട്ടാണ് പഠിപ്പിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, ആ ഒരു കോഴ്സിൻ്റെ യോഗ്യത, അതായത് ആ ഒരു കോഴ്സ് ഏതാണോ അതനുസരിച്ചാണ് നിങ്ങൾ സബ്ജക്റ്റ് സെലക്ട് ചെയ്യാനായിട്ട്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രി ആണെങ്കിൽ BSc കെമിസ്ട്രി കോഴ്സ് ഉണ്ട്. അപ്പോൾ ആ ഒരു കോഴ്സ് ചെയ്യുന്നതായിരിക്കും കൂടുതൽ നല്ലത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഒരു വിദ്യാർത്ഥി ചോദിച്ച പ്രധാനപ്പെട്ട കാര്യമായിരുന്നു BA കോഴ്സ് ഏതെടുത്ത് കഴിഞ്ഞാലും ഏതൊരു സബ്ജക്റ്റും പഠിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത്. അപ്പോൾ എല്ലാ സബ്ജക്റ്റും പഠിപ്പിക്കാൻ സാധിക്കണമെന്നില്ല. അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റ് നിങ്ങളുടെ ഫോൺ എടുത്തിട്ട് നിങ്ങൾക്ക് ഏത് വിഭാഗത്തിലെ ടീച്ചർ ആവാനാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ ഏത് യോഗ്യതയാണ് നേടേണ്ടതെന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. കാരണം ചില വിദ്യാർത്ഥികൾക്ക് ചിലപ്പോൾ ഒരു ഉദാഹരണത്തിന് കെമിസ്ട്രി ടീച്ചർ ആവാനാണ് ഒരു വിദ്യാർത്ഥിക്ക് താല്പര്യം എന്ന് വിചാരിക്കും. ഇപ്പോൾ എനിക്കിപ്പോൾ കെമിസ്ട്രി ടീച്ചർ ആവാനാണ് താല്പര്യം. അപ്പോൾ അങ്ങനെയെങ്കിൽ ഞാനിപ്പോൾ BA മലയാളം പോയിട്ട് എടുത്തു കഴിഞ്ഞാൽ എനിക്കിപ്പോൾ കെമിസ്ട്രി ടീച്ചർ ആവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, BA മലയാളം എടുത്തു കഴിഞ്ഞാൽ ഒരു മലയാളം ടീച്ചർ ആവാനായിട്ടായിരിക്കും കൂടുതൽ പറ്റുക. കാരണം കെമിസ്ട്രി വീണ്ടും കഷ്ടപ്പെട്ട് പഠിക്കേണ്ടതൊക്കെ ആയിട്ട് വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൽ ആണ് നിങ്ങൾക്ക് ടീച്ചർ ആവാനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ആ ഒരു ടീച്ചർ ആവാനായിട്ട് എന്താണ് യോഗ്യത വേണ്ടത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതുപോലെ ആ ഒരു യോഗ്യത നേടാനായിട്ട് ഏതൊക്കെ കോഴ്സുകളാണ് പഠിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. യൂട്യൂബിൽ സെർച്ച് ചെയ്ത് നോക്കാം. അതുപോലെ തന്നെ നിങ്ങൾക്ക് ബ്രൗസർ മുഖേന വെബ്സൈറ്റുകൾ വഴിയും നിങ്ങൾക്ക് ഈ ഒരു കാര്യങ്ങൾ പരിശോധിക്കാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ യൂട്യൂബിലൊക്കെ കൃത്യമായിട്ട് ഏത് വിഭാഗത്തിൽ ടീച്ചർ ആവണമെങ്കിൽ ഏത് യോഗ്യതയാണ് നേടേണ്ടതെന്നുള്ള ഡീറ്റെയിൽസൊക്കെ ഉണ്ടാകും. അതുപോലെ ഡിഗ്രിക്ക് ഏത് കോഴ്സാണ് തിരഞ്ഞെടുക്കേണ്ടതെന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. ജസ്റ്റ് അതൊന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് ടീച്ചർ ആവുന്നതിനായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾക്കിപ്പോൾ UP സ്കൂൾ അല്ലെങ്കിൽ LP സ്കൂളിലൊക്കെ ടീച്ചർ ആവുന്നതിനായിട്ട് നിങ്ങൾക്ക് TTC അല്ലെങ്കിൽ DLED കോഴ്സ് പഠിച്ചാൽ മതി. എന്നാൽ DLED കോഴ്സ് ചെയ്യുന്നതിനായിട്ടുള്ള യോഗ്യത എന്ന് പറയുമ്പോൾ +2 ആണ് യോഗ്യത. അപ്പോൾ +2 കോഴ്സാണ് ഈ ഒരു DLEDൻ്റെ യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ ആ ഒരു കോഴ്സ് ഏകദേശം 2 വർഷത്തോളം, 1 വർഷമോ എന്നാണ് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ആ ഒരു കോഴ്സ് 2 വർഷമാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ ആ 2 വർഷത്തെ കോഴ്സ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു UP സ്കൂൾ അല്ലെങ്കിൽ LP സ്കൂൾ നിങ്ങൾക്ക് ടീച്ചറായിട്ട് ജോലി ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ഇതുകൂടാതെ തന്നെ വിവിധ യോഗ്യത കൂടിയുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം കൂടി നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു +2 അല്ല, ഈ ഒരു +2 യോഗ്യതയുള്ള ആ ഒരു വിദ്യാർത്ഥികൾക്ക് DLED പഠിക്കാം. അപ്പോൾ ഈ ഒരു DLED പഠിക്കുന്നതിനായിട്ട് ഏകദേശം ഒരു 8000 ആ ഒരു റേഞ്ചിലാണ് വാർഷിക ഫീസ് വരാറുള്ളത്. അപ്പോൾ അത് നിങ്ങൾ ഓരോ സ്ഥലത്ത് പഠിക്കുന്ന ആ ഒരു, അതായത് നിങ്ങൾ പഠിക്കുന്ന ആ ഒരു സ്ഥാപനം ഗവൺമെൻറ് ആ ഒരു ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടാണോ എന്നുള്ളതൊക്കെ അനുസരിച്ചിട്ടാണ് ഫീസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അത് നിങ്ങളുടെ നാട്ടിൽ അധിക സ്ഥലങ്ങളും DLED പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ടാവും. അതുപോലെ BEd പഠിപ്പിക്കുന്ന കോളേജുകളും ഉണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് നിങ്ങൾ അംഗീകാരമുള്ള കോളേജുകൾ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി അതുപോലെ തന്നെ ഭാവിയിൽ ചിലപ്പോൾ ഇതിൻ്റെ യോഗ്യത, നിങ്ങൾക്ക് ഈ ഒരു LP UP പഠിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവർ ഭാവിയിൽ ചിലപ്പോൾ കൂടുതൽ യോഗ്യത നേടേണ്ടതായിട്ട് വരും. അതുപോലെ DLED നിങ്ങൾ ക്വാളിഫൈ ആയാൽ മാത്രം നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തില്ല. ഇതിനോടൊപ്പം നിങ്ങൾ നെറ്റ് പരീക്ഷയാണെന്നാണ് തോന്നുന്നത്. അപ്പോൾ നെറ്റ് പരീക്ഷ നിങ്ങൾ ക്വാളിഫൈ ആവേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഹയർ സെക്കൻഡറിയിലേക്കാണ് പഠിപ്പിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ വിദ്യാർത്ഥികൾ BEd കോഴ്സ് പഠിക്കേണ്ടതായിട്ടുണ്ട്. BEd എന്ന് പറയുമ്പോൾ ബാച്ചിലർ ഓഫ് എഡ്യൂക്കേഷൻ എന്നുള്ളതാണ്. അപ്പോൾ BEd കോഴ്സ് പഠിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഡിഗ്രി ആവശ്യമാണ്. അപ്പോൾ BEdൻ്റെ യോഗ്യത എന്ന് പറയുമ്പോൾ തന്നെ ഡിഗ്രിയാണ് യോഗ്യതയായിട്ട് പറയുന്നത്. അപ്പോൾ അതിൽ ഇന്ന ഡിഗ്രി ഇന്ന കോഴ്സിനെന്ന് പറയുന്നുണ്ടോ എന്നറിയില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ജസ്റ്റ് നിങ്ങളത് കൃത്യമായിട്ട് ഒന്ന് ബ്രൗസ് ചെയ്ത് നോക്കുകയോ അല്ലെങ്കിൽ
നിങ്ങൾ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏത് വിഭാഗത്തിൻ്റെ ടീച്ചർ ആവാനാണ് താല്പര്യം അപ്പോൾ അത് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ ആ ഒരു ടീച്ചർ ആവുന്നതിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രിക്ക് ഏത് കോഴ്സാണ് എടുക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അതല്ലെങ്കിൽ അതിൻ്റെ യോഗ്യതയുടെ ആ ഒരു വിജ്ഞാപനം ജസ്റ്റ് ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ വിജ്ഞാപനം കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു കോഴ്സ് പഠിക്കാനായിട്ടുള്ള, അതായത് ഇപ്പോൾ BEd കെമിസ്ട്രിയാണ് പഠിക്കാനായിട്ട് താല്പര്യമുള്ളതെങ്കിൽ അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യത എന്താണെന്ന് കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ടാവും. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് കെമിസ്ട്രി ടീച്ചർ ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ എടുക്കേണ്ടത് BSc കെമിസ്ട്രി ആണ്. അതേസമയം നിങ്ങൾക്ക് മലയാളം ടീച്ചർ ആവാനാണ് താല്പര്യം അല്ലെങ്കിൽ ഹിന്ദി ടീച്ചറൊക്കെ ആവാനാണ് താല്പര്യമെങ്കിൽ നിങ്ങൾ BA കോഴ്സ് എടുത്താൽ മതി. BA ഹിന്ദി, BA മലയാളം ഇതുപോലുള്ള കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതത് വിഭാഗത്തിൻ്റെ ടീച്ചറായിട്ട് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അത് പഠിപ്പിക്കണമെങ്കിൽ BEd കോഴ്സ് കംപ്ലീറ്റ് ചെയ്യണം. അപ്പോൾ ഈ ഒരു BEd കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ BEd എന്ന് പറയുമ്പോൾ ഏകദേശം 2-3 വർഷമാണ് അതിൻ്റെ ആ ഒരു കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി കോഴ്സ് കംപ്ലീറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് 50%-ലധികം മാർക്ക് ഡിഗ്രിക്ക് നിങ്ങൾ വാങ്ങിക്കണം. കാരണം 50% സിമ്പിളല്ലേ വാങ്ങിക്കാനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും വാങ്ങിക്കാൻ പറ്റണമെന്നില്ല. നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ മാത്രമേ 50% ഒക്കെ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. ചില വിദ്യാർത്ഥികൾക്ക് 49.90% ഒക്കെ ആയിട്ട് മാർക്ക്, അതായത് ജസ്റ്റ് ചെറിയൊരു ദശാംശത്തിൻ്റെ വ്യത്യാസം കൊണ്ടൊക്കെ 50% മാർക്ക് കിട്ടാതെ വരാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഡിഗ്രി കോഴ്സിലെ 50% മാർക്കാണ് BEdൻ്റെ യോഗ്യത. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് BEd ഏത് സ്പെസിഫിക്കേഷനാണ്, സ്പെഷ്യലൈസേഷനാണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതനുസരിച്ച് നിങ്ങൾ ഈ ഒരു ഡിഗ്രി കോഴ്സിലെയും ആ ഒരു സ്പെഷ്യലൈസേഷൻ എടുക്കേണ്ടതാണ്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് കെമിസ്ട്രി ടീച്ചർ ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾ BSc കെമിസ്ട്രി പഠിക്കുന്നതായിരിക്കും നല്ലത്. ഇനി വിദ്യാർത്ഥികൾക്ക് ഈ ഒരു BEd ഇല്ലാതെ തന്നെ പഠിപ്പിക്കാനായിട്ട് സാധിക്കും. അതായത് PG ഉണ്ടെങ്കിൽ, അതായത് നിങ്ങളിപ്പോൾ ഒരു കോഴ്സിൽ നിങ്ങളിപ്പോൾ അതിൻ്റെ ഡിഗ്രി കഴിഞ്ഞു, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എന്നാൽ നിങ്ങൾക്ക് അതായത് അതിൻ്റെ ആ ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ ആ ഒരു ഹയർ കോഴ്സായിട്ടുള്ള ഈ ഒരു PG കോഴ്സുകളിലേക്ക് നിങ്ങൾ പോവുകയാണെങ്കിൽ പിന്നീട് നിങ്ങൾക്ക് BEd ഇല്ലാതെ തന്നെ കോളേജുകൾ, അതുപോലെ തന്നെ ഈ ഒരു അതായത് കോളേജുകൾ, അതുപോലെ തന്നെ ഹൈസ്കൂളുകൾ, അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളുകൾ എന്നിവിടങ്ങളിൽ നിങ്ങൾക്ക് പഠിപ്പിക്കാനായിട്ട് സാധിക്കും. എന്നാൽ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്കിപ്പോൾ ഈ ഒരു സാധാരണഗതിയിൽ നമ്മുടെ നാടുകളിൽ ഈ ഒരു സ്കൂളുകളിൽ ടീച്ചേഴ്സായിട്ട് വരുന്നത് മിനിമം BEd യോഗ്യത ഉള്ളവരാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു എയ്ഡഡ് സ്കൂളുകൾ അല്ലെങ്കിൽ ഈ ഒരു അതായത് ഗവൺമെൻറ് സ്കൂളുകളിൽ നിങ്ങൾക്ക് ടീച്ചേഴ്സായിട്ട് ജോലി ചെയ്യണമെങ്കിൽ നിങ്ങൾ സെറ്റ് പരീക്ഷ പാസ്സാവേണ്ടതായിട്ടുണ്ട്. സെറ്റ് എന്ന് പറയുമ്പോൾ ഈ ഒരു സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ സെറ്റും നെറ്റും ഉണ്ട്. അപ്പോൾ വിവിധ വിഭാഗങ്ങളിലായിട്ട് നെറ്റ്, സെറ്റ് ഈ ഒരു രീതിയിൽ യോഗ്യത ചോദിക്കുന്നുണ്ട്. യോഗ്യത എന്ന് പറയുമ്പോൾ ഇത് സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റാണ്, അതുപോലെ തന്നെ ഇത് എന്ന് പറയുമ്പോൾ നാഷണൽ എലിജിബിലിറ്റി ടെസ്റ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഓരോ വിഭാഗങ്ങളിലും, അതായത് ഇപ്പോൾ LP UP പഠിപ്പിക്കാനായിട്ട് സെറ്റ് പരീക്ഷയാണെന്നാണ് തോന്നുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സെറ്റാണോ നെറ്റാണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ട്. അപ്പോൾ കൃത്യമായിട്ട് അത് നിങ്ങൾ അന്വേഷിക്കുക ഏത് കോഴ്സാണ്. അതുപോലെ തന്നെ ഗവൺമെൻറ് സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഈ ഒരു സെറ്റ് നെറ്റ് പരീക്ഷകളൊക്കെ പാസ്സായിട്ടുണ്ടെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു ക്വാളിഫിക്കേഷനല്ല നിങ്ങൾക്ക് ഈ ഒരു ഗവൺമെൻറ് സ്കൂളുകളിൽ അതുപോലെ തന്നെ എയ്ഡഡ് സ്കൂളുകളിൽ പഠിപ്പിക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഏത് സ്പെഷ്യലൈസേഷനിലാണ്, ഏത് ജോബാണ്, അതായത് ഏത് ടീച്ചർ ആവാനാണ് താല്പര്യം, അതനുസരിച്ച് നിങ്ങൾക്ക് അതിൻ്റെ യോഗ്യത കൃത്യമായിട്ട് നിങ്ങൾ അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ ആ ഒരു കോഴ്സ് തിരഞ്ഞെടുക്കാനായിട്ട്. അല്ലാതെ BA കോഴ്സ് എടുത്തു എന്നുള്ളത് കൊണ്ട് വിദ്യാർത്ഥികൾക്ക് പോയിട്ട് ഈ ഒരു കെമിസ്ട്രി ടീച്ചർ ആവാനൊന്നും സാധിക്കത്തില്ല. നിങ്ങൾ ഏത് കോഴ്സാണോ തിരഞ്ഞെടുക്കുന്നത് അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് ഈ ഒരു കോഴ്സ്, അതായത് ടീച്ചർ ആവാനായിട്ട് സാധിക്കുക. അതുപോലെ തന്നെ PG കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ PG എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രവേശനത്തിനായിട്ടുള്ള യോഗ്യത നോക്കുന്ന സമയത്ത് 50%-ലധികം മാർക്ക് ഡിഗ്രിക്ക് ഉണ്ടായിരിക്കണം. അപ്പോൾ നിങ്ങൾ ഏത് വിഷയത്തിലാണോ PG അതുപോലെ ഡിഗ്രി ഒക്കെ ചെയ്യുന്നത് അതനുസരിച്ചിട്ട് ആ ഒരു സ്പെഷ്യലൈസേഷൻ നോക്കിയിട്ടാണ് നിങ്ങൾക്ക് ടീച്ചേഴ്സൊക്കെ ആവാനായിട്ട് സാധിക്കുക. നിങ്ങൾക്ക് പ്രൈവറ്റ് സെക്ടറിൽ, അതായത് ഇപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ടീച്ചറായിട്ട് പഠിപ്പിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഡിഗ്രി കംപ്ലീറ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു പഠിപ്പിക്കാനുള്ള ആ ഒരു സ്കില്ലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിൽ തന്നെ പ്രൈവറ്റ് സ്കൂളുകളിൽ, അതായത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം അതുപോലുള്ള സ്കൂളുകളുണ്ടാകും, അതുപോലുള്ള പ്രൈവറ്റ് സ്കൂളുകളിലൊക്കെ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ PG ഒക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അതിനനുസരിച്ച് ആ ഒരു ഗവൺമെൻറ് സ്കൂളുകളിൽ ഉൾപ്പെടെ നിങ്ങൾക്ക് ജോലി ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, വിദ്യാർത്ഥികൾ ഈ ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾ അതല്ലെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ നിങ്ങൾ ജോലി നേടാനായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾ ഏത് വിഷയത്തിലാണോ നിങ്ങൾ ടീച്ചർ ആവാനായിട്ട് ആഗ്രഹിക്കുന്നത് ആ ഒരു വിഷയം ഡിഗ്രി ആയിട്ട്, അതായത് ഡിഗ്രിയിൽ കോഴ്സായിട്ട് തിരഞ്ഞെടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് നിങ്ങൾക്കിപ്പോൾ ഇംഗ്ലീഷ് ടീച്ചറാണെങ്കിൽ BA ഇംഗ്ലീഷ്, അതുപോലെ തന്നെ നിങ്ങൾക്കിപ്പോൾ കെമിസ്ട്രി ടീച്ചറാണെങ്കിൽ BSc കെമിസ്ട്രി, ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് പിന്നീട് അതിൻ്റെ BEd കോഴ്സ് കൂടി ചെയ്ത ശേഷം പിന്നീട് ആ ഒരു വിഭാഗത്തിൽ നെറ്റ് സെറ്റ് പരീക്ഷകളൊക്കെ എഴുതി അതിൽ ആ ഒരു കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീച്ചേഴ്സ് ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു സ്കൂളിൽ ടീച്ചറായിട്ട് കയറുക എന്ന് പറയുന്ന സമയത്ത് തന്നെ അതിൽ നിങ്ങൾക്കിപ്പോൾ പ്രൈവറ്റ് സ്കൂളുകളിലാണെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് ഒരു ഡിഗ്രി അല്ലെങ്കിൽ PG ഇത് മാത്രം മതി. ഈ ഒരു BEdോ അല്ലെങ്കിൽ
DLEDോ ഒന്നും ആവശ്യമില്ല. അപ്പോൾ നിങ്ങൾക്ക് സാധാരണഗതിയിൽ ഈ ഒരു പ്രൈവറ്റ് സ്കൂളുകളിൽ നിങ്ങൾ ജോയിൻ ചെയ്തു എന്നുള്ളതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല. കാരണം ജസ്റ്റ് ആ ഒരു ചെറിയൊരു സാലറിയിൽ നിങ്ങൾക്ക് ജോലി ചെയ്യുക എന്ന് പറയുന്ന സമയത്ത് തന്നെ അത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഈ ഒരു പ്രൈവറ്റ് സെക്ടറിൽ ഏകദേശം ജസ്റ്റ് ഒരു ചെറിയ പൈസ മാത്രമേ നിങ്ങൾക്ക് ഈ ഒരു ശമ്പളമൊക്കെ ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ കോളേജുകളിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു സാലറി ഉണ്ട്. കാരണം പ്രൈവറ്റ് സെക്ടറിലാണെങ്കിൽ ഏകദേശം മണിക്കൂറിനൊക്കെ ആയിരിക്കും സാലറി ഈ ഒരു കോളേജുകളിലൊക്കെ ഉണ്ടാവുക. നിങ്ങളൊരു PG ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു നന്നായിട്ട് ക്ലാസ് എടുക്കാൻ സാധിക്കുമെങ്കിൽ വിവിധ പ്രൈവറ്റ് കോളേജുകളിലൊക്കെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. എന്നാൽ ഗവൺമെൻറ് കോളേജിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെങ്കിൽ ഗവൺമെൻറ് സ്കൂളുകളിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡിഗ്രിക്ക് ശേഷം നിങ്ങളൊരു B.Ed അതെടുത്ത ശേഷം പിന്നീട് നെറ്റ് സെറ്റ് പരീക്ഷകൾ പാസ്സാവേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെയെങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് പിന്നീട് ഗവൺമെൻറ്റിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പിന്നീട് സാലറിയും കാര്യങ്ങളൊക്കെ കിട്ടുകയുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം കൂടി നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് കോഴ്സാണ് ചെയ്യാനായിട്ട് താല്പര്യമുള്ളത്, അത് ഏത് കോഴ്സ് എന്നല്ല, നിങ്ങൾക്ക് ഏത് കോഴ്സിലാണ് നിങ്ങൾക്ക് ടീച്ചർ ആവാനായിട്ട് താല്പര്യമുള്ളത്, അല്ലെങ്കിൽ ഏത് സബ്ജക്റ്റിലാണ് ടീച്ചർ ആവാനായിട്ട് താല്പര്യമുള്ളത്, ആ ഒരു സബ്ജക്റ്റ് ഏതാണോ അതനുസരിച്ച് ആ ഒരു ഡിഗ്രി കോഴ്സ് എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ഇപ്പോൾ BA മലയാളം ടീച്ചർ, അത് മലയാളം ടീച്ചർ ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ BA മലയാളം ചെയ്ത് പിന്നീട് MA മലയാളം ചെയ്ത് അതിനുശേഷം B.Ed ചെയ്ത് അതിനുശേഷം നെറ്റ് സെറ്റ് പാസ്സായി അങ്ങനെ ടീച്ചറാവാം. അതുപോലെ തന്നെ കെമിസ്ട്രി ടീച്ചറൊക്കെ ആവാനാണ് താല്പര്യമുള്ളതെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു BSc കെമിസ്ട്രി ചെയ്യുക. അതിനുശേഷം പിന്നീട് MSc കെമിസ്ട്രി, അത് കഴിഞ്ഞ ശേഷം അത് PG ആണ് MSc കെമിസ്ട്രി, അത് കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് ഈ ഒരു B.Ed വേണമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ നെറ്റ് സെറ്റ് പരീക്ഷ എഴുതി കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ടീച്ചർ ആവാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ പ്രധാനമായിട്ടും നെറ്റ് സെറ്റ് പരീക്ഷയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ, അതുപോലെ നെറ്റ് സെറ്റ് എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾ സിമ്പിളാണെന്ന് തോന്നാം, എന്നാൽ അത് ട്രാക്ക് ചെയ്തെടുക്കുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾ എത്രത്തോളം അതിനുവേണ്ടി ശ്രമിക്കുന്നോ അതനുസരിച്ചിട്ടാണ് നിങ്ങൾക്ക് കിട്ടുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.